ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബെസ്റ്റീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹരിബറി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. നമ്മൾ സ്കൂൾക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കിച്ചണിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഞാൻ മോളെ മദ്രസയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അവളെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. പിന്നെ ലാസ്റ്റ് അവളെ ഞാൻ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ അരി തീമിട്ടിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പിൽ. പിന്നെ കട്ടൻ ചായയും കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ഇവള് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ റൂമിൽ വീണ്ടും കിടന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഫൈനലി അവളുടെ മഫ്തി അതുപോലെ പർദ്ദയൊക്കെ ഇട്ടാൾ ഒരുങ്ങിയിട്ടുണ്ട്. ആ ചുമരിൽ കാണുന്ന കലകളൊക്കെ ഇവള് ചെയ്തതാണ് കേട്ടോ. ഇനി അവൾ ഒന്ന് വലുതാവട്ടെ എന്നിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവൾക്ക് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബിസ്ക്കറ്റ്സും അതുപോലെ റസ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഞാൻ മദ്രസയിൽ കൊണ്ടുവിട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ഞാൻ ദോശയാണ്. അപ്പോൾ അതിലേക്ക് കറി എന്ന് പറയുന്നത് ചെറുപയർ കറിയാണ് കേട്ടോ. ഞാൻ കുക്കറിൽ വാട്ടാനൊന്നും നിൽക്കുന്നില്ല. ഒക്കെപ്പാടെ എല്ലാ മസാലകളും ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ലീനുട്ടിക്ക് മാത്രമുള്ള കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതൊന്ന് മസാല തിരുമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കും മോനിക്കും ക്യാബേജ് ഉപ്പേരി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മൾ ചായ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ ഒരു 6 to 9 വരെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് കുറേ ജോലികൾ തീർക്കാനുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കുക്കറിൽ കറി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ക്യാബേജൊക്കെ കട്ട് ചെയ്ത് ക്യാബേജ് നമ്മളുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചൊരു ഡേ ആണ് കേട്ടോ. ലിനുട്ടിനെ മദ്രസയിലും കൂടി ചേർത്തപ്പോൾ തീരെ ടൈമില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ഷാർപ്പ് ആ ടൈമിന് അവിടെ എത്തും വേണ്ടേ, സ്കൂളിൽ എത്തും വേണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മളുടെ കേബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ ചായ ആ ടൈമിനിടയ്ക്ക് ഞാൻ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളുടെ കേബേജ് ഉപ്പേരി അതുപോലെ തന്നെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി നമ്മൾ കുക്കറിൽ നിന്ന് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുപയർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ നമ്മളുടെ വീട് അടിക്കലും തുടക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈം കിട്ടുമ്പോൾ ആ ടൈമിൽ പോയിട്ട് തട്ടിക്കൊട്ടി അടിക്കും. പിന്നെ അതുപോലെ തന്നെ തുടക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ദോശമാവ് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ദോശമാവ് കൂട്ടി വെക്കുമ്പോഴേ നമ്മുടെ സോഡാപ്പൊടി അതുപോലെ തന്നെ ഉപ്പും തലേ ദിവസം തന്നെ ചെയ്യും കേട്ടോ. ചിലവരാണ് രാവിലെ അതിൽ ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ നല്ല അടിപൊളി ദോശ കേട്ടോ. കട്ടില്ലാത്ത കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ രാവിലെ കിച്ചണിലുള്ള സിങ്കിൻ്റെ അവസ്ഥ ഇതായിരിക്കും. എന്നാൽ തന്നെ കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മോൾക്ക് സ്നാക്സ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറയും സ്നാക്സിന് എന്താ ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ്. അല്ല, ഞാനിവിടുന്ന് നല്ല ദോശയും കറി അതുപോലെ തന്നെ പിന്നെ അവൾക്ക് എല്ലാം കൊടുത്തിട്ടാണ് പിന്നെ ഒരു സ്നാക്സിന് ചെറിയൊരു ഫ്രഞ്ച് ഫ്രൈസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ഞാൻ സ്കൂളിൽ ദോശയും കറിയൊക്കെ കൊണ്ടുപോകാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അവരെ സ്നാക്സ് ടൈമിൽ ഇരുന്ന് കഴിക്കും. അപ്പോൾ ആ ടൈമിൽ അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ദോശ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് കൊണ്ടുപോയിട്ടുള്ളത് അത് അവൾക്കും കൊടുക്കും കേട്ടോ, ഷെയർ ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി ഉപ്പ് വന്നിട്ടിട്ട് ഞാനൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ അവൾക്ക് ടൊമാറ്റോ സോസ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അത് അപ്പോൾ പെട്ടെന്നായല്ലോ, ഫ്രഞ്ച് ഫ്രൈസുമായി ടൊമാറ്റോ സോസുമായി. ഇനി നമ്മൾ ഫൈനലി ഇതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അയൺ ചെയ്ത് അവൾ മദ്രസയിൽ പോയതാട്ടോ, വന്നിട്ടില്ല. ഇനി ഞാൻ നമ്മളുടെ ലഞ്ച് ബോക്സിലൊക്കെ ചോറാക്കട്ടെ കേട്ടോ. മോനിക്കും അതുപോലെ മോൾക്കും എനിക്കുള്ള ചോറാക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം.
അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡായിട്ട്. ഇനി നമുക്ക് അവളുടെ സ്നാക്സ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അവളുടെ സ്നാക്സ് ആയിട്ടുണ്ട്. ഇത് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. മാഗി, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, സലാഡ്. പിന്നെ ഞാൻ എൻ്റെ ചോറ് ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ ഞാൻ മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുമാണ്. ഇതിനിടയ്ക്ക് മോൻ്റെ ബോക്സ് ഞാൻ പിന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൽ വീഡിയോസ് എടുത്തില്ല. അവനക്ക് നേരം വഴുകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവൻ്റെ ബോക്സ് നിറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദോശയും കറിയും സ്കൂൾക്കുള്ള ലഞ്ച് ടൈം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിന് ഉള്ളത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ ചോറ് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. ചിക്കനും ചോറും ഓരോ ഉരുളകളാക്കിയിട്ട് കവർ ചെയ്തിട്ട് ഞാൻ അവളുടെ ലഞ്ച് ബോക്സിനകത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവൾ മദ്രസ വിട്ട് വന്ന് അവളെ ഒരുക്കി സ്കൂളിൽ പോവാണ് കേട്ടോ.